87 കളേഴ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. കട മൊത്തം ലെഗിൻസ് മാത്രം. ഇത് 3XL അത്യാവശ്യം വണ്ണുള്ളവർക്ക് വരെ ഇടാം. 100% കോട്ടൺ ലെഗിൻസ്. ഇതാണ് ഞങ്ങളുടെ ആംഗിൾ കട്ടിന്റെ ലോകം. പൊന്തിക്ക് മക്കളുടെ ഡ്രസ്സൊക്കെ കേരളത്തില് നമ്മളാണ് ഇതിന്റെ പാലക് ഡിസൈനേഴ്സ് ഡീലേഴ്സ്. ഏത് കളർ വേണമെന്ന് അവർക്ക് തന്നെ സെലക്ട് ചെയ്ത് പറയാൻ പറ്റും. കേരളത്തിൽ ആകെ ഒരു ഡീലേഴ്സ്. ഇത് ഫ്രോക്ക് മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള നൈറ്റീസ് കേട്ടോ. ഞാനോട് എന്നെ ഒന്ന് എടുത്തോന്ന് കാര്യമായിട്ടുള്ള സെയിം ആ ഒരു കളർ സെയിം ബാട്ടിക്കിന്റെ ആണ് കേട്ടോ. കോട്ടന്റെ മെറ്റീരിയൽ ആണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഇടാവുന്നതുണ്ട്. ഇതൊക്കെ പിടിക്കുമ്പോഴേ നല്ലൊരു 300 പരം കളറുകളുണ്ട്. ഇത് ചുടിദാറിൽ തന്നെയല്ലേ? അതെ, ഇതിന് പോക്കറ്റ് ഉണ്ട്. ഒരു തെറ്റ് പറയാനോ കുറ്റം പറയാനോ ഒന്നുമില്ല. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ആകെ ഒരു ഡീലേഴ്സ് GM ബ്രാൻഡിന്റെ ലെഗിൻസിന്റെ കേട്ടോ. അത് കേരളത്തിൽ ഇവിടെ മാത്രമല്ല, എവിടെ നമ്മുടെ എറണാകുളത്ത്. അപ്പൊ GM ബ്രാൻഡിന്റെ ഫുൾ ലെങ്ത്, ആങ്കിൾ ലെങ്ത് അങ്ങനെ ഡീലേഴ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒരു സ്ഥലത്ത് പോയാലും കിട്ടില്ല. അതിന്റെ ഇവിടേക്ക് തന്നെ വരണം. എറണാകുളത്ത് നമ്മുടെ TD റോഡാണ് ഈ ഒരു റോഡിന് പറയുന്നത്. അത് കാണുന്നത് ഗോപാലപ്രഭു ജംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഗോപാലപ്രഭു ജംഗ്ഷൻ, അതുപോലെ തന്നെ MG റോഡ് വഴിക്ക് വരാണെങ്കിൽ ആ വഴിക്ക് വരാം. അതുപോലെ ഈ കാണുന്നത് TD റോഡ്, ആ വഴിക്ക് വരണമെങ്കിൽ ആ വഴിക്ക് വരാം. ഇനി എക്സാക്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് വണ്ടിയിൽ വരുമ്പോൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അകത്ത് ചെന്ന് നോക്കാം. എന്തായാലും കേരളത്തിൽ ആകെ ഒരു ഡീലേഴ്സ് GM ബ്രാൻഡിന്റെ ലെഗിൻസിന്റെ എത്ര കളേഴ്സ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഒന്ന് കയറി നോക്കിയാലോ, നമുക്ക് അകത്ത് കയറാം. അതുപോലെ തന്നെ GM ബ്രാൻഡിന് മാത്രമല്ല, പിന്നെ ബോട്ടം വേറെ ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ കിട്ടും. എന്ന് വെച്ചാൽ പലാസോ, സ്കേർട്സ്, അങ്ങനെ വെറൈറ്റീസ് ഒക്കെ. പക്ഷെ ലെഗിൻസ് GM ബ്രാൻഡിന്റെ ക്വാളിറ്റി വൈസ് ജസ്റ്റ് സൂപ്പർ. അതായത് കുറേ ആൾക്കാർ ഇതിങ്ങനെ മേടിച്ച് പോകാനുള്ളതാണ്. അപ്പം ഇനി അകത്ത് ചെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വരൂ. കയറുമ്പോൾ ഫുൾ ലെഗിൻസ് മാത്രമാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. പിന്നെ ബോട്ടം വേഴ്സ് ഉണ്ട്. ഇവിടെ ഇത് എവിടേക്ക് പാർസൽ പോകാനുള്ളത്? मलयालम मालूम है? हिंदी मलयालम मालूम है तो हिंदी. किधर के लिए जा रही है? കൊല്ലം, കോട്ടയം, എന്തെങ്കിലും ആവട്ടെ. എൻ്റെ ഇത്ര വലിയ പാർസൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ പണി നോക്കിക്കോട്ടെ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് GM ബ്രാൻഡിന്റെ ലെഗിൻസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പൊ നമുക്ക് ഇവിടെ ലെഗിൻസ് മെയിൻ ആയിട്ട്, അതും കേരളത്തിൽ ആകെ 12 ഡീലേഴ്സിലെ ഒരു ഡീലേഴ്സ് ആണ് നമ്മളാണ്. അതെ, അതിന്റെ ഒരു സന്തോഷം നമ്മള് കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതെ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ? കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ട്. ഇനി വേൾഡ് വൈഡ് എല്ലായിടത്തും ഈ ഒരു ബ്രാൻഡ് എത്തും. കാരണം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം ഒരു ബ്രാൻഡഡ് പേരിൽ അറിയപ്പെടുന്നതാണ്. ബ്രാൻഡഡ് ആണ്. അതെ. ഇനി ഇപ്പൊ ഈ GM എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ലെഗിൻസിന്റെ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു. ലെഗിൻസ് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഇടാവുന്നതുണ്ട്. അതായത് ലാർജ് മുതൽ 3XL വരെ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് 87 കളേഴ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് ലെഗിൻസിൽ 87 കളേഴ്സ്. അപ്പൊ ഈ പറയുന്നേക്കാളും നല്ലത് ഒന്ന് കാണിച്ചു കൊടുത്താലോ. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമുക്ക് എക്സൽ സെക്ഷൻ ആണിത്. ഓക്കെ, ഈ ഒരു സെക്ഷൻ നമ്മൾ വെച്ചിരിക്കുന്ന എക്സൽ ആണ്. ഓരോ സൈസ് വെച്ചിട്ടാണോ വെച്ചിരിക്കുന്നത്? അതെ, ഓരോ സൈസും ഓരോ കളർ വൈസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടിയിലും മുകളിലായിട്ട് നിറവുണ്ട് കേട്ടോ. ഇവിടെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നിറച്ചു കളക്ഷൻസ് ആണ്. ഇത് ലെഗിൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ലെഗിൻസ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ലെഗിൻസ്, പക്ഷെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇവരുടെ ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് എടുത്തൊന്ന് കാണിക്കും. ഇത് കോട്ടൺ ആണ്. നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു ബഞ്ച് പോലെയാണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇത് പെക്സലാണ്. അപ്പൊ ഇതില് എഴുതിയിരിക്കുന്നുണ്ട് GM. അതുപോലെ തന്നെ ഇതിന്റെ സൈസും കാര്യങ്ങളും ഒന്ന് പെർഫെക്ഷൻ ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് വരുന്നത്. നല്ല കോട്ടൺ ആണ്. പക്ക കോട്ടൺ, പ്യുവർ കോട്ടൺ. അതും ഫുൾ സൈഡ് എലാസ്റ്റിക് ആണ് വരുന്നത്. അതും നല്ല എലാസ്റ്റിക് ആണ്. പിന്നെ ഇത് ഫുൾ ലെങ്ത് ആണ് വരുന്നത്. ഫുൾ ലെങ്ത്. അടിയിൽ ഇങ്ങനെ ചെറിയൊരു ചുരുക്ക് പോലെ ഇങ്ങനെ നിൽക്കും. ചെറുതായിട്ട് ചുരി ബോട്ടം പോലെ. പിന്നെ ഇതിന്റെ ഫിനിഷിംഗ് ഒന്ന് നോക്കണം. ഇത് ബ്രാൻഡഡ് ആണെന്നും പറയുന്നുണ്ട്. അതുപോലെ ഉള്ളിലൊക്കെ നമുക്ക് ഇന്റർലോക്ക് ആണ് എല്ലാം ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. ഇനി ഇത് എന്ന് പറയുമ്പോൾ കളേഴ്സ് നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇപ്പൊ ഈ എത്ര 5 എണ്ണത്തിന്റെ അല്ല, ഇതിപ്പോ നമ്മുടെ അടുത്ത് ഒരു സൈസിൽ ഒരു കളറാണിത്. ഒരു സൈസിൽ ഇപ്പൊ നമുക്ക് ചില കസ്റ്റമേഴ്സിന് ഡിഫറെന്റ് കളേഴ്സ് വേണ്ടി വരും. അപ്പൊ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് വരുമ്പോ നമുക്ക് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് അതിന് വേണ്ടി ഒരു ചാർട്ട് ഉണ്ട്. അപ്പൊ ആ ചാർട്ടിൽ എല്ലാ കളേഴ്സും നമുക്ക് കണ്ടോ അവൈലബിൾ ആണിത്. അപ്പൊ ഇങ്ങനെയായിരിക്കും ചാർട്ട് വരുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിന് എളുപ്പമായിരിക്കും ഏത് കളർ വേണമെന്ന് അവർക്ക് തന്നെ സെലക്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പൊ ഇതിനിപ്പോ ഒരു കളർ ഒരെണ്ണം, പിന്നെ ഈ കളറിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോന്ന് എടുക്കാം. ഓരോ പീസ് വരെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓരോ പീസ് വരെ കൊടുക്കാറുണ്ടെന്ന് പറയുന്നത് അത് കടക്കാരൊക്കെയാണ് കേട്ടോ. റീറ്റെയിൽ വെച്ചാൽ ഓരോ പീസ് സിംഗിൾ യൂസേഴ്സിനായിട്ട് ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ഹോൾസെയിലേഴ്സ് ആണ്, ഹോൾസെയിൽ ഡീലേഴ്സ് ആണ്. മെയിൻ ആയിട്ട് ഇപ്പൊ റീറ്റെയിൽ കൗണ്ടറിൽ ഈ സംഭവം കൊണ്ട് വെക്കുകയാണെങ്കിലേ
ഇതിന്റെ ഗുണം കൂടി പറഞ്ഞുതരാം. ഡെഡ് സ്റ്റോക്ക് വരില്ല, 0 ഡെഡ് സ്റ്റോക്ക് ആയിരിക്കും. കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് നല്ല ബ്രീത്തബിൾ ആണ്, നല്ല സോഫ്റ്റ്, നല്ല ബ്രീത്തബിൾ. നമുക്കിപ്പോ എന്താ പറയാ, ഒരു ഓഫീസിന് പോകാൻ അല്ലെങ്കിൽ ട്രാവലിംഗ് പർപ്പസ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഞാനും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഇപ്പൊ ഇട്ടിട്ടില്ല. എന്തായാലും ഇട്ട് കാണിക്കുന്നതായിരിക്കും, ഇട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇതിൽ സൈസ് വരുന്നത് XXL സൈസ്, ലാർജ് മുതൽ XXL വരെ നമുക്ക് അവൈലബിൾ ആണ്. അതും തന്നെയല്ല, കളേഴ്സും അവൈലബിൾ ആണ്. അതും തന്നെയല്ല, ഒരു 4 ലക്ഷത്തിന്റെ മേലെ സ്റ്റോക്ക് റെഡി എപ്പോഴും ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ എപ്പോ വന്നാലും ഇവിടെ കൈയോടെ നിങ്ങൾക്ക് സാധനം കൊണ്ടുപോകാം. അല്ലെങ്കിൽ വീഡിയോ കോൾ ത്രൂ ആയാലും, വീഡിയോ കോൾ ആയാലും നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊരു കോട്ടന്റെ ഇതിന്റെ ഒരു കളർ എക്സൽ സെക്ഷൻ ആണ് നമുക്ക് കാണുന്നത്. അതില് ബ്ലാക്കും വൈറ്റ് സാധാരണ സ്റ്റോക്ക് കുറവായിരിക്കും എല്ലാ സ്ഥലത്തും പറയാറുള്ളത്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഏത് കളർ വേണമെന്ന് വെച്ചാൽ ഒക്കെ ഇവിടെ ഉണ്ട്. സാധാരണ ബ്ലാക്കും വൈറ്റും ഒക്കെ ഇത്തിരി ഷോർട്ട് എല്ലാം സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. നമ്മളത് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ബ്ലാക്ക് വൈറ്റ് നമ്മുടെ ഗോഡൌണിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്, എപ്പോഴും ഉണ്ടാവാറുണ്ട്. 4 ലക്ഷത്തിന്റെ മേലെ നമുക്ക് എപ്പോഴും വേണ്ടതാണ് ഇവിടെ. പിന്നെ മെയിൻ ആയിട്ട് കേരളത്തിൽ ഇപ്പൊ 12 ഡീലേഴ്സ് ഉള്ളൂ എന്ന് പറയണേ. ഇപ്പൊ ഈ ഒരു GM ഹോസറി എന്നുള്ളതില് 12 ഡീലേഴ്സ് ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 12 ഡീലേഴ്സിന്റെ അടുത്ത് എടുത്താൽ മാത്രമാണ് നമ്മളാണ് ഇതിന്റെ പാലക് ഡിസൈനേഴ്സ് ഡീലേഴ്സ്. കേരളത്തിലല്ല 12, വേറെ 11 ഡീലേഴ്സ് കേരളത്തിന്റെ പുറത്തുള്ളവരാ. അങ്ങനെ അറിയില്ല, അത് സാറിനോട് ചോദിക്കേണ്ടി വരും. എന്തായാലും 12 ഡീലേഴ്സ് ഉള്ളോട്ടോ, ആ കാര്യത്തിൽ ഉറപ്പാണ്. അതെ. ഇനി ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ള, ഇതിപ്പോ ലെങ്ത് കൂടിയ ടൈപ്പ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ തന്നെ വെറൈറ്റി ആംഗിൾ കട്ട് ഉണ്ട്. അപ്പൊ അതെവിടെയാ നമുക്ക് XL2XL സെക്ഷൻ കൂടി ഒന്ന് കാണാം. വായോ, അത് കാണാനാണല്ലോ വന്നിരിക്കുന്നത്. ഇത് ഇവിടെ തുടങ്ങിയ എല്ലാം 2XL സെക്ഷൻ ആണ്. ഇത് ഫുൾ 2XL. ഓക്കെ, ഇതിൽ നിന്നൊന്ന് കാണിച്ചു കൊടുത്താലോ. കളേഴ്സ് അടിപൊളിയായിട്ടോ, എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ പാക്കിങ് എങ്ങനെയാ വരുന്നത് അല്ലേ? ഇതാണ് പാക്കിങ്. അപ്പൊ അതുപോലെ റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. റേറ്റ് പറയാൻ പറ്റാത്തതിന്റെ റീസൺ ഇത് ഹോൾസെയിലേഴ്സ് ആണ്. 2XL ഒരു ഇതെന്ന് വെച്ചാൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇതിന് കെട്ടാവുന്ന ഇങ്ങനെ ഒരു ഇതുണ്ട്, കൊടുത്തിട്ടുണ്ട്. മറ്റേല്ലാം അതില്ല, അതിനകത്തില്ല. പക്ഷെ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോഴോ സെയിം തന്നെയാ, സെയിം തന്നെ, ഒരു മാറ്റമില്ല, സൈസിൽ മാത്രം വ്യത്യാസമുള്ളൂ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കുറച്ച് വണ്ണം കുറഞ്ഞ ആൾക്കാർക്കായാലും സുഖമായിട്ട് ഇടാം, അല്ലെങ്കിൽ വണ്ണം കൂടിയ ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഇത് പറ്റും. സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊരു കൊടുത്തിരിക്കുന്നത്. ഇതും ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതൊക്കെ പിടിക്കുമ്പോഴേ നല്ലൊരു സ്മൂത്ത്, നല്ല കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ സൈസ് എഴുതിയിട്ടുണ്ട് 2XL സൈസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. GM ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി എന്ന് വെച്ചാൽ ഫുൾ. അപ്പൊ ഞാൻ തന്നെ വെറുതെ വെച്ച് കാണിച്ചു തരാം. അതാ ഇത് അടിയിൽ എന്ന് വെച്ചാൽ കാലിന്റെ ആ പോർഷൻ വരുമ്പോൾ ഒരു ചെറിയ ചുരിയായിട്ട് നിൽക്കും. അത് തന്നെയാണ് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ഫുൾ ലെങ്ത് ആണ്. ഇനി ആങ്കിളിന് വേണമെങ്കിൽ അതും ഉണ്ട്. ആങ്കിളിന് സെയിം മെറ്റീരിയൽ ആണ് വരുന്നത്. എങ്ങനെയാ? അത് ലൈക്ര. ഇത് കോട്ടൺ, ഇത് 2 ഇത് 2 ആണ്. 2 കോട്ടൺ. 2 കോട്ടൺ. നേരത്തെ മറ്റേ ആങ്കിൾ വരുമ്പോ അത് 4 ലൈക്രയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുൾ. ഇത് കൂടാണ്ട് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് വേറെ ഉണ്ടല്ലോ? എന്താ? കോട്ടൺ പാൻസ് ഉണ്ട്, ബോട്ടം വെയറില്, പിന്നെ നൈറ്റീസ് ഉണ്ട് നമുക്ക്. ഇതൊക്കെ നമുക്ക് കാണാം. നമുക്ക് ആദ്യം GM ബ്രാൻഡിന്റെ എന്തൊക്കെയാണെന്നുള്ളത് അത് ആദ്യം നോക്കിയിട്ട് പോവാം. ഞാൻ ഇട്ടിരിക്കുന്നത് ഇവരുടെ ഒരു നൈറ്റി തന്നെയാണ്, ഫ്രോക്ക് നൈറ്റി, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇത്. പിന്നെ ഇവിടെയും ഇതൊക്കെ കാണുന്നത് 2XL സെക്ഷൻ ആണ്. ഇത് ഫുൾ കാണുന്നത് ലൈക്ര, ഇത് നമുക്ക് കോട്ടന്റെ ലെഗിൻസ്. ഈ ഒരു സെക്ഷൻ മൊത്തം ഫുൾ ലെങ്ത് ആണ് വെച്ചിരിക്കുന്നത്. ഫുൾ ലെങ്ത് ഇത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുന്നത് മൊത്തം ലെഗിൻസ്. ഒരു കട മൊത്തം ലെഗിൻസ് മാത്രം എന്ന് പറയുമ്പോ ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ. ഇത് 3XL സെക്ഷൻ. 3XL. അതിൽ പിന്നെ നമുക്ക് എടുത്തു കാണിക്കാൻ മാത്രമായിട്ട് ഒന്നുമില്ല. ഒക്കെ സെയിം ക്വാളിറ്റി, സെയിം ബ്രാൻഡിൽ തന്നെയാണ് വരുന്നത്. എന്നാലും ഒരു ഡിഫറെന്റ് കളർ എന്തായാലും ഒരെണ്ണം തുറന്ന് കാണിക്കാം. ആ കളർ നമ്മൾ കണ്ടതല്ലേ? അല്ല. ഇതേ ലെഗിൻസ് മൊത്തം ഇങ്ങനെ വീണ് വിശാൽ നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വീണെന്ന് കിടക്കാണ്. ഓക്കെ, 3XL. ഇത് 3XL. അത്യാവശ്യം വണ്ണുള്ളവർക്ക് വരെ ഇടാം. 3XL എന്ന് പറയുമ്പോൾ ആ ഒരു ബാക്ക് പോർഷൻ ഇതൊക്കെ കറക്റ്റ് തുണിയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇടുമ്പോ തന്നെ ആ ഒരു വലിച്ചാലും അടിപൊളി തുണി ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അതിന്റെ ഫിനിഷിങ്ങും നമുക്ക് മെയിൻ ആയിട്ട് നോക്കണത് ഈ ഒരു സംഭവമാണ്. ഇവിടെ വല്ല ഓട്ട ഉണ്ടാവോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല അല്ലേ? ഒക്കെ പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഒരു തെറ്റ് പറയാനോ കുറ്റം പറയാനോ ഒന്നുമില്ല. അല്ല, ശരിക്കും ഹിന്ദിയുടെ ലുക്കാണല്ലോ. നമ്മൾ ഇവിടുത്തെ കാര്യമാണോ അല്ലെങ്കിൽ? ഞാൻ ഇവിടുത്തെ കാര്യം തന്നെയാണ്. അല്ല, പക്ഷെ കണ്ടാ പറയില്ലല്ലേ? കോമന്റിൽ പറഞ്ഞോളൂ കേട്ടോ. എന്താ പേരുന്ന്?
എന്റെ പേര് ഗോപിക. ഗോപിക. പേരില് എല്ലാം പൂർണ്ണമായി ഇവിടുത്തെ കാര്യമാണെന്നുള്ളത്. എന്തായാലും എന്താ ഇതാണ് ശരിക്കും ഇവരുടെ പാക്കിംഗ് വരുന്നത്. GM ബ്രാൻഡിന്റെ അതിലെല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. ഇവരൊരു ഒറ്റ ഡീലറാണ്. ഇത് ശരിക്കും 100% കോട്ടൺ എന്നും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. 100% കോട്ടൺ ലെഗിൻസ്. അത് ഫുൾ ലെങ്ത്തിന്റെ ആണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. കടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കടക്കാർ മാത്രം എന്ന് വെച്ചാൽ ഹോൾസെയിൽ ഡീലേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 3XL ആണ്. 3XL. ഇനി ഒരു ലാർജും കൂടി നമുക്ക് കാണാനുണ്ട്. അതിലെന്താ 2XL മാത്രം ഈ ഒരു വള്ളി, ഇത് ബാക്കിയുള്ളതിലൊന്നും വള്ളിയില്ലല്ലോ. അതങ്ങനെയാണ് ഫാക്ടറിക്കാർ അങ്ങനെയാണ് ചെയ്തത്. ഇതാണ് ലാർജ്. ലാർജിന്റെ ഇനി വൈറ്റ് കണ്ടില്ല എന്ന് പറയണ്ട. ഓഫ് വൈറ്റ് ഷെയ്ഡും വൈറ്റും എല്ലാതും ഉണ്ട്. എല്ലാത്തിലും പാക്കിങ് അത് തന്നെയല്ല, സെയിം പാക്കിങ്. ഇതാ ഇത് ലാർജ്. പക്ഷെ ഇത് കാണുമ്പോ ചെറുതാണ്, പക്ഷെ ഇട്ട് വരുമ്പോ കറക്റ്റ് ഏകദേശം XL ഇടുന്ന മീൻസ് നമ്മുടെ എക്സൽകാർക്കും ലാർജ് ഫിറ്റ് ആവും. അതെ, എക്സൽകാർക്കും അത്യാവശ്യം കേറും. ഓക്കെ. ഇത് അപ്പൊ ലെഗിൻസ് ഫുൾ ലെങ്ത് ആണ് വരുന്നത്. ഇതിന് ഈ ബാക്ക് സൈഡിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ സംഭവം തൊട്ടോ അതിന്റെ ഡീറ്റെയിലിംഗ് കുറിച്ചായിരിക്കും അല്ലെ, അതിന്റെ ഡീറ്റെയിൽസ് അതൊക്കെയാണ് എഴുതിയിരിക്കണം. എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. എന്തായാലും ബ്രാൻഡ് വരുന്നത് GM ബ്രാൻഡിന്റെ ആണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എത്ര സൈസ് കണ്ടു? നമ്മളിപ്പോ ലാർജ് കണ്ടു, ഇതിപ്പോ ലാർജ് കണ്ടു. ഫസ്റ്റ് നമുക്ക് ഏറിയപ്പോ XL കണ്ടു, 2XL കണ്ടു, ഇതിപ്പോ 3XL കണ്ടു. അപ്പൊ സൈസ് നമുക്കുണ്ട്. GM ബ്രാൻഡിന്റെ നമ്മൾ കൗണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ ഡെഡ് സ്റ്റോക്ക് ആവാനായിട്ട് ഒരു ചാൻസും ഇല്ല. റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ഓർഡേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ ഇവരെ ബില്ലിംഗ് സെക്ഷൻ ഒന്ന് കണ്ടിട്ട് നമുക്ക് മറ്റേ ആങ്കിൾ ലെങ്ത് പോകാം. അപ്പൊ ഇവരുടെ ബില്ലിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇവരുടെ ബില്ലിംഗ് സെക്ഷൻ. ഇങ്ങോട്ട് വരൂ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് കാണിക്കാറ്, ഞാൻ വന്നപ്പോൾ ആദ്യം നോട്ടീസ് ചെയ്തത് ബില്ലിംഗ് സെക്ഷൻ ഒന്ന് കാണണ്ട. നമുക്ക് ഈ കാണുന്ന കുട്ടികളൊക്കെയാണ് ബില്ലിംഗ്. ഒരു ഹായ് പറഞ്ഞ കുട്ടികളെ, ഒരു ഹായ്. ഇതാ ഇവിടെയുണ്ട്, ഞാനുണ്ട് ഇവിടെ. ഞാനുണ്ട്. എന്നെ ഒന്നും എടുത്തോന്ന് കാര്യമായിട്ടില്ല. എന്റെ പേര് ജിൻഷ. ഇവിടുത്തെ കാര്യം തന്നെയല്ലേ? അതെ, ഞാനും ഉണ്ട്. മറക്കായിരിക്കും. അപ്പൊ അയച്ചു കൊടുത്തോളൂ എല്ലാരും. വന്ദന, ലിവ്യ. ഇവരൊക്കെ ബില്ലിംഗ് സെക്ഷനിലാണ് കേട്ടോ. അപ്പൊ നമ്മള് ഓർഡർ ചെയ്തതൊക്കെ ഇവരാണ് ഡീൽ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. മറ്റേ പർച്ചേസ് ഇത് ബില്ലിംഗ് സെക്ഷൻ, അതുപോലെ തന്നെ പാക്കിംഗ് സെക്ഷൻ, അങ്ങനെ ഓരോരോ സെക്ഷൻ വൈസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ബില്ലിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ മെയിൻ ആയിട്ട് കാണിക്കാനും ഉദ്ദേശിക്കുന്നത് ഇതാ ഇങ്ങോട്ട് വരും. എനിക്കിവിടെ വന്നപ്പോൾ ആകെ ഒരു അട്രാക്റ്റീവ് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ GM. ഈ ഒരു സംഭവം എഴുതി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് തോന്നി. ഇത് നമ്മുടെ ബോസിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, ബോസിന്റെ കസാരയാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കണപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇത് കാണിക്കണം എന്ന് തോന്നി. ഇത് കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് GM ഹോസറി എന്നുള്ള ബ്രാൻഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഇവർ ഡീലറാണ് എന്ന് വെച്ചാൽ 12 ആൾക്കാരിൽ ഒരാളാണ് ഈ ഒരു പലക് ഡിസൈനർ അല്ലേ? അത് എത്ര നാളായി ഇപ്പൊ ഇവിടെ ഈ ഷോപ്പ് ഒത്തിരി വർഷമായിട്ടുണ്ട്. ഒത്തിരി വർഷമായി. അപ്പൊ ഇത് ഓരോ കൊല്ലം കൂടുമ്പോ ഇങ്ങനെ പുതുക്കണം തോന്നുന്നു. ഓരോ കൊല്ലം കൂടുമ്പോ ഇതാ പുതുക്കണം കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്. അതായത് 2023 തൊട്ട് 2024 വരേക്കുള്ളത് ഓൾറെഡി ഈ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞു. ഇനി പുതിയ കൊല്ലത്തെ 2025 സർട്ടിഫിക്കറ്റ് ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി കിട്ടി കഴിഞ്ഞാൽ അതും കൂടി ഇവിടെ ഇങ്ങനെ തൂക്കിയിടും. അപ്പൊ ഓരോ കൊല്ലത്തെ ഓരോ കൊല്ലം തോറും ഇത് പുതുക്കിക്കൊണ്ടിരിക്കണം ഈ ഒരു ഡീലർ സർട്ടിഫിക്കറ്റ് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ സാറ് ഇവിടെ ഇല്ല, എന്താ എവിടെയോ പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒരു പാന്റ്. നിങ്ങളൊക്കെ ഇട്ടിരിക്കണ ഇവിടുത്തെ പാന്റാണോ? ഇങ്ങോട്ട് വാ. ഞാൻ വിചാരിച്ചു ഞാൻ ഇട്ട് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇനി ഇട്ട് കാണിച്ചു തരാം. നിങ്ങൾ അത് തന്നെയാ ഇട്ടിരിക്കണേ? ഞങ്ങളൊക്കെ കാണിക്കാം ഈ പൊന്തിക്ക് മക്കളുടെ ഡ്രസ്സൊക്കെ. ഇത് എങ്ങനെയുണ്ട്? കംഫർട്ടബിൾ ആണോ? ഒരു മിനിറ്റ് മൈക്കൊന്ന് കാണിച്ചു കൊടുത്തേ. പറയും എങ്ങനെയുണ്ട്? കംഫർട്ടബിൾ ആണോ? നിങ്ങൾ അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ആംഗിൾ കട്ടും ഉണ്ട്, റെഗുലർ ലെഗിൻസും ഉണ്ട്. രണ്ടും ഉണ്ട്. രണ്ടും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങളാ? കംഫർട്ടബിൾ ആണ്. എന്നുവെച്ചാൽ ഇവരൊക്കെ ഓഫീസിൽ ഫുൾ ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കംഫർട്ടബിൾ ആണ് മെയിൻ ആയിട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എന്തായാലും ഒന്ന് കാണിച്ചു കൊടുത്താൽ അതിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇതാണ് ഫിറ്റിംഗ് കേട്ടോ. ഇത് ആങ്കിളാ വരുന്നത്. നിങ്ങൾ ഇട്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ എത്ര കളേഴ്സ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ. എത്ര കളർ വീട്ടിലുണ്ട് ഇപ്പൊ? സത്യം പറഞ്ഞു അതിപ്പോ എല്ലാത്തിനും മാച്ച് ആയിട്ട് ഇവിടെ കിട്ടുമ്പോ പുറത്തു കൊണ്ട് ആവശ്യമില്ലല്ലോ, എല്ലാം മാച്ച് ഉണ്ട്. എല്ലാതും ഇവിടെ കിട്ടുന്നു. ഒക്കെ ബൾക്കായിട്ട് എടുക്കണം മാത്രം. ഇവർ പിന്നെ സ്റ്റാഫ്സ് ആണല്ലോ. ഓക്കെ, താങ്ക് യു. ഇയാളെ പിന്നെ അവിടെ നിന്ന് ബുദ്ധിമുട്ടല്ലേ പൊന്തിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആങ്കിൾ ലെങ്ത് കാണിച്ചു കൊടുക്കാം. എന്തായാലും ഇപ്പൊ നമ്മൾ ഫുൾ ലെങ്ത് ആണ് കണ്ടത്. ഇനി ആങ്കിൾ ലെങ്ത് ആണെങ്കിൽ വേറൊരു സെക്ഷനാണ് വരുന്നത്. അത് ഇപ്പുറത്തെ സൈഡ് അല്ലേ? ഇവിടെ വരും. ഈ സൈഡാണ് ഞങ്ങളുടെ ആങ്കിൾ കട്ടിന്റെ ലോകം.
അതോട് പറയാം നല്ല റിസൾട്ട് കേൾക്കാൻ. ഇതാണ് ഞങ്ങളുടെ ആംഗിൾ കട്ടിന്റെ ലോഗോ. അപ്പൊ ഈ ആങ്കിൾ ലെങ്ത്തിലും ഇതേപോലെ തന്നെ ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സെയിം ചാർട്ട് തന്നെയാണ് നമ്മൾ ഇതിനും യൂസ് ചെയ്യണത്. ഒന്നിലും മാറ്റില്ല അല്ലെ? മാറ്റില്ല, കളേഴ്സിലൊന്നും മാറ്റില്ല. ഓൺലി ആ സ്റ്റിച്ചിങ്ങിൽ മാത്രം മാറ്റുള്ളൂ. ഫോർ വേ. അപ്പൊ 4 വേ എന്താ വ്യത്യാസം എന്നൊന്ന് നോക്കി നോക്കിയാ കാണാം. 4 വേയും 2 വേ ലൈക്ക് മറ്റേത് കോട്ടൺ ആണ്, റെഗുലർ ഫിറ്റ്. ഇത് ആങ്കിൾ. ഓക്കെ, ഇതിന്റെ പാക്കിങ് നോക്കിക്കോളൂ, ഇങ്ങനെയാണ്. അതാ ഞാൻ പാക്കിങ് കൂടി കുറച്ച് മാറ്റമുണ്ട് ഇതിന്റെ പാക്കിങ്. 4 വേ. 4 വേ. ഇതില് എലാസ്റ്റിക് അല്ല, ഇങ്ങനത്തെ ബാൻഡ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആങ്കിൾ ലെങ്ത്തിന്റെ ഇവിടെ ഇങ്ങനെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഈ ഒരു പോർഷനിൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങള്. പിന്നെ ഒരു കാര്യം കൂടി കാണിക്കാനുള്ളത്, ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുള്ള ഒരു സീലാണിത്. ഇത് ആക്ച്വലി ഈ സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 101% ക്വാളിറ്റി ഫുൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം. പിന്നെ ഈ ഒരു ആങ്കിൾ ലെങ്ത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, മറ്റേതെന്ന് പറയുമ്പോൾ സാധാ ഇലാസ്റ്റിക് ആയിരിക്കും. സാധാ മീൻസ് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയിലുള്ളത്. ഇതെന്ന് പറയുമ്പോൾ 4 വേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെതായിട്ടുള്ള ഒരു ഇലാസ്റ്റിക് ആണ് വെച്ചിരിക്കുന്നത്. കംപ്ലൈന്റ് ഒരു തരത്തിലും വരില്ല. ഇപ്പൊ ഇവർ സ്റ്റാഫ്മാർ തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലേ? ഇങ്ങോട്ട് നീങ്ങുന്നേ എന്നെ എടുക്കല്ലേന്നോ? ഞാൻ ഇന്ന് ഇട്ടിട്ടില്ലാന്നല്ലേ? സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് ഇട്ടിട്ടില്ലാന്ന് ഞാൻ മുഖം കാണാൻ വേണ്ടി ഇങ്ങോട്ട് നീക്കി പിടിച്ചതാ. ഓക്കെ. അപ്പൊ ഇതിൽ തന്നെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. സെയിം അതേപോലെ തന്നെ പാക്കിങ് ഇങ്ങനെയായിരിക്കും. ഒക്കെ വീഡിയോ ഇപ്പുറത്തുനിന്ന് എടുക്കാം. ഇങ്ങനെയായിരിക്കും പാക്കിങ് വരുന്നത് കേട്ടോ. കുറച്ച് റോയൽ. ഇത് 2XL. സെയിം പാക്കിങ്ങിൽ ഈ കവറിൽ വ്യത്യാസമുള്ളൂ. അതെ, കുറച്ച് നല്ല ടൈപ്പ് ആയിട്ട് പാക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിലും എത്ര സൈസസ് അവൈലബിൾ ആണ്? ഇതിലും നമുക്ക് ലാർജ്, XL, 2XL, 3XL. 3XL വരെ. 3XL നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് 2XL വരെ ആയിരുന്നു. ഇപ്പൊ 3XL കൂടി ആൾക്കാർ ചോദിച്ചു വരുന്നതുകൊണ്ട് ഞങ്ങള് അതും വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 3XL വരെ എന്തായാലും ഇവിടെ ഉണ്ട്. ഇനി അതിന് മുകളിലേക്ക് കിട്ടണമെങ്കിൽ ഫാക്ടറിക്കാരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടി വരും. അതിലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അപ്പൊ ഇപ്പൊ ഡയറക്റ്റ് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടായാലും നിങ്ങൾ സാധനങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെ ബൈ കൊറിയറോ ബുക്കിങ്ങോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇപ്പൊ സാധാരണ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പോലെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് അതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊന്നും കാണിക്കണമെന്നില്ല. ഇതിലിപ്പോ ഇതുപോലെ സെലക്ട് ഇതിങ്ങനെ ചാർട്ട് ഇങ്ങനെ തുറന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഏത് കളറാന്ന് പറയുകയാണെങ്കിൽ ആ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ ആ നമ്പർ. കാരണം എല്ലാ പാക്കിങ്ങിലും കണ്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്പർ 13 അങ്ങനെ കളർ സെലക്ട് ചെയ്യാം. അപ്പൊ അടുത്തൊരു കളർ എടുത്തവരോടി. അടുത്തത് നമ്പർ 82. ഇതൊക്കെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഇത് നല്ല മൂവിങ് കളേഴ്സ് ആണ്. 82 എവിടെ എഴുതിയിരിക്കുന്നത്? കാണിച്ചു കൊടുത്തേ. 82 ഇതിവിടെ. ഇത് 82. ഇത് 82 എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ 82 തപ്പാണെങ്കിൽ സെയിം ആ ഒരു കളർ സെയിം കണ്ടോ 82. അപ്പൊ ഇത് ഈ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ അനുസരിച്ച് ആ സംഭവം എത്ര പീസ് വേണം. നമുക്ക് 80 തുടങ്ങി 86 വരെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ബാക്കിയുള്ളതൊക്കെ ബാക്കി നമുക്ക് മെയിൻ ആയിട്ട് നമുക്കെല്ലാം ഉള്ളതാണ്. പേസ്റ്റൽ എന്ന് വെച്ചാൽ റയർ കളേഴ്സ്. പുതിയതായിട്ട് ചെയ്തതാ, പുതിയതായിട്ട് വരുന്നത്. ടോട്ടലി എത്ര? 87 കളേഴ്സ് ഉണ്ട്. ഇതിപ്പോ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കിട്ടിയപ്പോ അതെടുത്ത് കാണിച്ചു. ഇതുപോലെ ഇനിയും ചാർട്ടുകൾ അവൈലബിൾ ആണ്. ഇവരുടെ ഫുൾ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ കാണുന്നത് മൊത്തം ലെഗിൻസ് ഇത്രയേ ഉള്ളൂ. ആങ്കിൾ കട്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം. ബ്ലൂവിൽ തന്നെ എത്ര തരം ബ്ലൂ ഉണ്ട് നോക്കിയേ. ഒരു ഡാർക്ക് ബ്ലൂ ഉണ്ട്. ഈ ബ്ലൂ സാധാരണ എല്ലായിടത്തും ഇത് ബ്ലൂ ശരിക്കും എല്ലായിടത്തും അങ്ങനെ കിട്ടാറില്ല. ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ കിട്ടല് ഇത്തിരി കുറവാണ്. പക്ഷെ ഇവിടെ എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. പിസ്ത വേണോ? പിന്നെ റെഡില് തന്നെ 2-3 വെറൈറ്റി ഉണ്ട്. റെഡിൽ തന്നെ മിക്സ് ആയിട്ട് വരുന്നത്. മിക്സ് ആയിട്ടല്ല, ഡാർക്ക് റെഡ്, ഇച്ചിരി ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളത്, മെറൂണിഷ് റെഡ്, അങ്ങനെ വരും. മൊത്തം നോക്കുകയാണെങ്കിൽ റെഡ് ആണ് എല്ലായിടത്തും. ഇത് മൊത്തം എക്സൽ സൈഡ് ആണ്. ഇത് മൊത്തം എക്സൽ. ഈ സൈഡില് ഈ കളർ നല്ല അടിപൊളി കളർ ഇല്ലേ? അത് കുറച്ച് വെറൈറ്റി കളർ അല്ലേ? അതെ, ഒരു ഡസ്കി പിങ്ക് ഷെയ്ഡില്. സാധാരണ ഇതിന്റെ ഒക്കെ ലെഗിൻസ് ഒക്കെ കിട്ടാൻ ഇത്തിരി പണിയാണ്. അതുപോലെ ഗ്രീൻ കളർ, ഓഫ് വൈറ്റ് ഒക്കെ പിന്നെ എല്ലായിടത്തും ഉള്ളത്. വയലറ്റ് ഷെയ്ഡ്, ലാവെൻഡർ, വയലറ്റ് അല്ല ലാവെൻഡർ ഷെയ്ഡ്, അങ്ങനെ ഷെയ്ഡുകളുണ്ട്. ബോട്ടൽ ഗ്രീൻ, ഈ ഗ്രീനും നോക്കിയേ. മെഹന്തി ഗ്രീൻ, ആഷ്, സ്കിൻ കളർ, മെഹന്തി ഗ്രീൻ, സ്കിൻ കളർ,
അങ്ങനെ എല്ലാത്തരം കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. കളേഴ്സ് നമ്പർ 87. നമ്പർ 87 അത് അതിൽ ചാർട്ടിൽ നോക്കണം ഏതാണെന്നുള്ളത്. എന്തായാലും എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. എനിക്ക് എന്തായാലും മൊത്തത്തിൽ ഇഷ്ടമായി. പിന്നെ ഇവിടെ നോക്കുന്ന ഈ MRP പ്രൈസ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് നമുക്ക് സെയിൽ ചെയ്യാനുള്ള MRP പ്രൈസ് ആണ്. ഇവിടുത്തെ റേറ്റ് അതിനേക്കാളും കുറയും. ഇവർ ഡീലേഴ്സ് ആയതുകൊണ്ട് റേറ്റ് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൗണ്ടറിൽ ഈ ഒരു സംഭവം വെക്കുമ്പോൾ തന്നെ 101% പെട്ടെന്ന് സെയിലായി പോകും. കാരണം റിപ്പീറ്റിങ്ങിന് ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഫുൾ ടൈം ട്രാവലിംഗ് ആണ്. നമുക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുമ്പോഴല്ലേ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ അതിനെ അങ്ങനെ ഫീൽ ചെയ്തിട്ട്. ലെഗിൻസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലെഗിൻസ് ആണ് ഇട്ടതല്ലേ. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ ഇതിലേക്ക് മാറി ഒന്ന് മാറിയത്. നമുക്ക് കുറെ പാൻസ് ഉണ്ട്, വേറെ ഐറ്റംസും ഉണ്ട്. കോട്ടൺ പാൻസും കൂടി തുടങ്ങിയിട്ടുണ്ട് നമ്മള്. അതും കൂടി നോക്കാം. ബോട്ടം വേറെ ഉണ്ടല്ലേ. ശരി, എന്നപ്പോ ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ നോക്കാം. ഇത് ഫുൾ ലെഗിൻസ് GM ഹോസറി. ഇത് കൂടാണ്ടുള്ളതും ബോട്ടം വെയർസ് ഉണ്ടല്ലേ ഇവിടെ. അതൊക്കെ ഇത് കോട്ടന്റെ റെഗുലർ ഫിറ്റ്. അതെ, ബാക്കില് അങ്ങനെ അലാസ്റ്റിക്കും ഇപ്പുറത്ത് ഇങ്ങനത്തെ സ്റ്റിച്ചിങ്ങും. ഇത് നമുക്ക് കെട്ടി ഇങ്ങനെ ഇടാം. ഇത് പക്ക കോട്ടൺ ആണ് കേട്ടോ. രണ്ട് സൈഡ് പോക്കറ്റും ഉണ്ട്. അത്യാവശ്യം മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. മൊബൈലൊക്കെ ഇപ്പൊ എല്ലാരും കയ്യിൽ പിടിച്ചിട്ടാ നിക്കുള്ളൂ. പിന്നെ ഇതിന്റെ ഇവിടെ സ്റ്റിച്ചിങ്ങും ഉണ്ട്. അതുപോലെ ഇത് 3XL സൈസിന്റെ പാന്റ് ആണ്. ഇത് പക്ക കോട്ടൺ ആണ് കേട്ടോ. ഇങ്ങനെ വലിച്ചാ വലിയൊന്നുമില്ല അല്ലേ. ഇത് കോട്ടൺ കറക്റ്റായിട്ട് നമുക്ക് കംഫർട്ടും ആണ്, ഇരിക്കാനും നിൽക്കാനും. കുറച്ച് ലൂസായിട്ട് കിടക്കണം. നേരത്തെ നമ്മൾ GMന്റെ കണ്ടത് മൊത്തം ലെഗിൻസ് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഹഗ്ഗിങ് ടച്ച് ആയിട്ട് നിൽക്കുന്നതാണ്. ബോഡി ഹഗ്ഗിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് കോട്ടൺ ലൂസ് വേണമെന്ന് തോന്നുന്ന ആൾക്കാർക്കാണെങ്കിൽ കോട്ടന്റെ. അതെ, അതുപോലെ ഇതിപ്പോ നോർമലി നമുക്ക് കുർത്തിയുടെ അടിയിൽ മാത്രമല്ല, ഇത് കൂടാണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ടീഷർട്സ് ഷർട്ട്സ് ഒക്കെ ഇട്ട് നടക്കണം അങ്ങനത്തെ. അപ്പൊ ഇതിലും സൈസസ് എത്ര സൈസസ്? ഇതിനകത്ത് XL 2XL 3XL സൈസ് അവൈലബിൾ ആണ്. കളേഴ്സ് ഇതിൽ വരുമ്പോൾ ഇത്രയും കളേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഇത്രയും കളേഴ്സ്. ഓക്കെ, ഇതില് ഈ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതും സെയിം തന്നെയാ? സെയിം. ഇത് ഡിഫറെന്റ് കളർ ഷെയ്ഡ് വേറെ. ഇത് 2XL. നേരത്തെ കണ്ടത് 3XL, ഇത് 2XL. പിന്നെ ഇത് സാധാ നോർമൽ റെഗുലർ ഫിറ്റ്. അതെ, ഇതന്നെ സെയിം തന്നെ. നേരത്തെ കണ്ടത് തന്നെ കേട്ടോ. സെയിം കളർ ചേഞ്ചുകൾ. അപ്പൊ കളേഴ്സ് അവൈലബിൾ ആണ്. വീണ്ടും എടുത്ത് പറയാ, കളേഴ്സ് അവൈലബിൾ ആണ്. രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. വൺ സൈഡ് പട്ട, അതുപോലെ ബാക്ക് സൈഡ്. ഇത് XL, ലാർജ്, XL, XXL, XXL അങ്ങനെ. അപ്പൊ ഇത് ഫുൾ അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. നോർമൽ നമുക്ക് ലൂസ് പാൻസ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കളേഴ്സ് ഇപ്പുറത്തെ അവൈലബിൾ ആണ്. ഇനി ഇത് കൂടാണ്ട് വേറെ പലാസോ അങ്ങനത്തെ സംഭവം പലാസോസ് ഉണ്ട് നമുക്ക്. അതെവിടെയാ? പിന്നെ സ്കേർട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഡിസ്പ്ലേ വെച്ചിടാ. ഓക്കെ, സ്കേർട്ടിന്റെ ഓരോരോ വെറൈറ്റികൾ. ഇതെ സ്കേർട്ട്സ്. ഇത് റാപ്പ് ചെയ്യണ സ്കേർട്ട് അല്ലേ, കോട്ടന്റെ രാജസ്ഥാനി സ്റ്റൈല്. അതിന്റെ പല പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് ലെങ്ത് ഉള്ളതുകൊണ്ട് ലെങ്ത് ഇല്ലാത്തതും വരുന്നുണ്ട്. ഇത് ഫുൾ ലെങ്ത് ഇല്ലാത്തതുണ്ട്. ശരിക്കുള്ള പാക്കിംഗ് ഇങ്ങനെയായിരിക്കും. പാക്കിംഗ് വരുന്നത്. ഓക്കെ, ഇത് കോട്ടന്റെ. ഇത് ഫുൾ സാധാ പക്ക കോട്ടന്റെ നോർമൽ ആയിട്ട് യൂസ് ചെയ്യണത്. പല കളേഴ്സിൽ ഒരു പാക്കിംഗ് പാക്കറ്റ് ഫുൾ എടുക്കണം. ഇത് ഫുൾ എടുക്കണം. അതും കുഴപ്പമില്ല, കാരണം ഒക്കെ ഡിഫറെന്റ് ഷെയ്ഡ്സ്, ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് പ്രിന്റ്സ് ആണ് അവൈലബിൾ. അപ്പൊ ഇത് ഫുള്ള് ലെങ്ത്തും വരുന്നുണ്ട്, അതുപോലെ ഹാഫും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫുൾ സെക്ഷൻ നമുക്ക് കാണുന്നത് മൊത്തം പാവാട. പിന്നെ ഇത് പാവാട തന്നെയല്ലേ. ഇനി ഇവിടെ നോക്കാം പലാസോ. പിന്നെ ഇത് ഇത്തിരി ഡബിൾ ഷെയ്ഡ്. മറ്റേത് വൺ ഷെയ്ഡ് ആയിരുന്നു. ഓക്കെ, ഒക്കെ നല്ല പാക്ക് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അനങ്ങാൻ പാടില്ലാന്നല്ലേ. കോട്ടൺ ഉണ്ടല്ലേ ഒക്കെ ഫുള്ള്. കോട്ടന്റെ കേട്ടോ. ഇത് ലോങ് ആണ്, ഇതിന്റെ ഷോർട്ടും ഉണ്ട്. രണ്ട് സൈഡ് എന്ന് വെച്ചാൽ ഡബിൾ കളർ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ ഇതിന്റെ സൈസസ് പറയുമ്പോ എത്ര സൈസ്? ഇതിനകത്ത് ഫ്രീ സൈസ് ആയിട്ട് വരുന്നത്, അല്ലാണ്ട് സൈസില്ല. ഫ്രീ സൈസ് ആണ്. അപ്പൊ തടിയുള്ളവർക്ക് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇടാം, അല്ലാത്തവർക്ക് ഇങ്ങനെ ഇടാം, കെട്ടണവർക്ക് കെട്ടാം. എങ്ങനെ അപ്പൊ സൈസ് നോക്കിട്ട് കാര്യമില്ല, എല്ലാതും ഫിറ്റ് ആവും. ഇനി ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ളത് പലാസോ. ഓക്കെ, ഈ ഒരു സെക്ഷൻ പലാസോയുടെ സെക്ഷൻ. പലാസോ എന്ന് പറയുമ്പോ ചിക്കൻ കറി പലാസോ. അത് ഇരുന്നോട്ടെ അതില്. നല്ലല്ല, ഒന്നുകൂടി നല്ലത്. പക്ഷെ ക്വാളിറ്റി കാണിക്കണ്ടേ, അപ്പൊ അത് തുറന്ന് കാണിക്കാം. ഇതില് XL 2XL 3XL അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതിലും സ്റ്റിച്ചിങ് അതുപോലെ തന്നെ പക്ക സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടാണ്. ഫുൾ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഫുൾ ഒരു പലാസോയില് പല മോഡൽസ് വരുന്നുണ്ട്. ഇപ്പൊ ഇത്
ഇത് 3XL, ഇത് 2. ഇതിലും സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? XL 2XL 3XL 3XL എന്തിലായാലും 3XL സൈസ് വരെ ഉണ്ട്. ആ ഒരു കാര്യത്തിന് അടിപൊളിയാണ്. ഇതിനകത്തും ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. ഈ പലാസോ ഇപ്പൊ സെയിം നമ്മൾ കാണിക്കില്ലേ, ഈ കാണുന്നത് മൊത്തം അതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഫുൾ കാണുന്നത്. വർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, കളേഴ്സ് ചൂസ് ചെയ്യണം, കളേഴ്സ് ചൂസ് ചെയ്യാം, പക്ഷെ വർക്കും ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഡിഫറെന്റ് വർക്ക് ഒക്കെ ഡിഫറെന്റ് വർക്ക്. ഇതാ മൂന്നും ഡിഫറെന്റ് ഇപ്പൊ ഈ ഇത് കാണിക്കുന്നതൊക്കെ ഡിഫറെന്റ് വർക്കുകളാണ് ഒക്കെ ചിക്കൻ കറിയിലാണെന്ന് മാത്രം. അപ്പൊ ഇതൊരു പലാസോ, ഇതിലും 3XL വരെ ഉണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, ഈ കാണുന്നത് മൊത്തം പലാസോയുടെ സെക്ഷൻ. അപ്പൊ കോട്ടൺ വെയറിൽ ഇനിയും അവൈലബിൾ ആണല്ലേ? അതെ, ഇത് 3XL. ഇതിലും മെയിൻ കളേഴ്സ് വൈറ്റ്, ചിക്കു, ബ്ലാക്ക്, റാണി, പിങ്ക്, എല്ലാ സൈസ് കളേഴ്സും ഉണ്ട്. എല്ലാ കളേഴ്സ്. അത് പലാസോയിലാണ് വരുന്നത്. പലാസോയില് ചിക്കൻ കറി പലാസോ. അപ്പൊ ബോട്ടം വെയറിന്റെ ഇത്ര ഇനി കൂടുതൽ അങ്ങനെ വെക്കുന്നില്ല, അധികം വെക്കാറില്ല. കാരണം നമുക്ക് മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ GM ബ്രാൻഡ് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആണ് ലെഗിൻസിലും അതുപോലെ പലാസോയിലും ബോട്ടം വെയറിലും ഒക്കെ തന്നെ. ഇനി ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു നൈറ്റി സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, അത് ഇപ്പുറത്തെ സൈഡ് അല്ലേ? ഇതൊക്കെ നൈറ്റിയുടെ സെക്ഷൻ. ഓക്കെ, നൈറ്റി സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ സൈഡ് മൊത്തം വരുന്നത് നൈറ്റിയുടെ സെക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ പ്രിന്റ് നോക്കുകയാണെങ്കിൽ അടിപൊളി പ്രിന്റ് ആണ് വരുന്നത്. കോട്ടൺ ആണ്. ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് കേട്ടോ സെയിം ഇതിൽ തന്നെ. ഇത് മാത്രമല്ല, ഇത് കൂടാണ്ടുള്ള നൈറ്റീസ് എന്ന് പറയുമ്പോ ഇത് ഈ കാണുന്നത് മൊത്തം നൈറ്റീസ് അല്ലെ? അതെ, പല വെറൈറ്റി, പല മോഡല് എല്ലാം ഉണ്ട്. അപ്പൊ ഇത് ഇത് എങ്ങനെയാ കെട്ട് ഫുൾ എടുക്കണം? അപ്പൊ ഇതിലൊക്കെ ഒരു കളറിൽ തന്നെ 4-4 കാണില്ല. ഹോൾസെയിൽ ആണല്ലോ, അത് ഫുൾ സെറ്റ് കൊടുക്കുള്ളൂ. ഫുൾ സെറ്റ്. അപ്പൊ ഈ ഇതിൽ എത്ര സെറ്റ് എടുക്കണം? 1 2 3 4 5. ഒരേ കളർ ആണെങ്കിൽ ഈ 2 പീസസ് നമുക്ക് എടുക്കാം. അങ്ങനെ. അപ്പൊ ഇതിന്റെ ഒരു കളർ പിന്നെ ഇതിന്റെ ഒരു കളർ അങ്ങനെയായിട്ട് മിക്സ് ആയിട്ട് എടുക്കാം. ഒരു 4 കളർ ഉണ്ടെങ്കിൽ ആ 4 കളർ. അപ്പൊ അങ്ങനെ ഇതില് മെറ്റീരിയൽ വൈസ് എങ്ങനെയാ? കോട്ടൺ ആണ്. കോട്ടൺ. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഒരു പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ? ഇത് ഏത് പാറ്റേണാ? ഇത് ചെറിയ മോഡൽ മൻസി കട്ടില് കേട്ടോ. ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടുള്ളത് 3 പീസിന്റെ ഇത് വെച്ചിട്ടുള്ള ഒരു ഇത് സൈസസ് ഒക്കെ ഇങ്ങനെ ഫ്രീ സൈസ് അല്ലേ വരുന്നത്? എല്ലാ തൊട്ടോ ഇത് കോട്ടണിലാണ് വരുന്നത്. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ. പിന്നെ ഒരു കട്ട് നോക്കുകയാണെങ്കിൽ ഇത് വെച്ച് കാണിച്ചു കൊടുത്തോ. ചുരിദാർ കട്ട്. ഇത് ചുരിദാർ കട്ട്. ഇങ്ങനത്തെ ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് നിൽക്കുക. ഇത് ചുരിദാർ കട്ട്. ഇത് നടുക്കിൽ ഇങ്ങനെ സിബ് വരുന്ന മോഡലാണ് കേട്ടോ. പിന്നെ വേറെ കട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. പല മോഡൽസ് ഉണ്ട്. ഇനി ഒരു കട്ട് കൂടി കാണിച്ചു കൊടുത്തേ. ഇപ്പൊ നേരത്തെ കണ്ട കട്ട് മാൻസി കട്ട്. ബൊട്ടിക്ക്. ഇത് ട്രെൻഡ് കൂടുതലാ. ഇത് എപ്പോഴും ട്രെൻഡാ. ബാട്ടിക്കിന്റെ പ്രിന്റ്. ഇത് കോട്ടണില് കണ്ട എവിടെ തൊട്ടാലും ഇങ്ങനെ വീഴൂട്ടാ. ഇത് ബാട്ടിക്കിന്റെ ആണ് കേട്ടോ. കോട്ടന്റെ മെറ്റീരിയൽ ആണ്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ മെയിൻ ആയിട്ട് പിന്നുള്ളത് ഇതും സെയിം. അതിന്റെ കളർ ചേഞ്ചസ് ആണ്, ഒത്തിരി ഉണ്ട്. ഇതാ ഇങ്ങോട്ട് വരാണെങ്കിൽ കറക്റ്റ് കളർ കാണാൻ പറ്റും. ഇങ്ങോട്ട് മാറുന്നേ. ഇതാ ഇത് കാണുന്നത് ഫുൾ കളേഴ്സ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ്. കളേഴ്സ് ഉണ്ടാവും, പല പ്രിന്റ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ മാൻസി കട്ട്, ചുരിദാർ കട്ട്. പിന്നെ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ഒരു ഡിഫറെന്റ് മോഡൽ. ഇത് ചെറിയ മോഡലാണ്. ചെറിയ മോഡൽ. പിന്നെ ഇത് കാണുന്നത് ഫുൾ നൈറ്റീസ് ഒക്കെ ഉണ്ടോ? ഇത് ഇഷ്ടം പോലെ നൈറ്റീസ്. ഇതൊരു ഡിഫറെന്റ് മോഡലാണല്ലോ. അതെ, ഇത് ചുരിദാറിൽ തന്നെയല്ലേ? പോക്കറ്റ് അടക്കം. ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോരോ കട്ടിങ്ങിന് മാറ്റുണ്ട് കേട്ടോ. അതുപോലെ ഇത് സ്ക്വയർ നെക്കിൽ വരുന്നതാണ് നൈറ്റീസിനേക്കാളും കൂടുതൽ ഇവിടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ലെഗിൻസ് അല്ലേ? നൈറ്റീസ് വന്നാൽ ഉണ്ട് കേട്ടോ. അതാ ഇതൊക്കെ ചുരിദാർ കട്ടിൽ വരുന്നതാണ്. എന്നാൽ അതില്ലായില്ല, അതിനും ഇഷ്ടം പോലെ കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ലെഗിൻസ് അല്ല, സോറി, നൈറ്റികൾ. ഇത് ഒരു ടൈഡായി ആ ഒരു മോഡല്. ഇതാ ചുരിദാർ കട്ടിൽ കേട്ടോ. ഫ്രീ സൈസ് ആണല്ലേ? എല്ലാം ഫ്രീ സൈസാ. ഒക്കെ കെട്ടായിട്ട് എടുക്കണം കേട്ടോ. അത് വേറെ വിഷയം. എന്നുവെച്ചാൽ ഫുള്ള് ഇങ്ങനെ ഒരു കെട്ടുണ്ടാവും. ആ ഒരു ഫുൾ കെട്ട് അങ്ങനെ തന്നെ എടുക്കണം. ഹോൾസെയിലാണ് മെയിനായിട്ട്. ഇത് ഇക്കത്തിൻ്റെ നല്ല അടിപൊളി പ്രിന്റ് ആണല്ലോ. ഈ ഒരു പിങ്ക് ബ്ലാക്ക് എടുക്കാം. ഈ ബ്ലാക്ക് എടുക്കാനാ ബുദ്ധിമുട്ടല്ലേ? അതെ, അതിന്റെ കെട്ട് മുറുക്കിയാണല്ലോ വരുന്നത്. ബ്ലാക്ക് നല്ലത്, നല്ല രസമല്ലേ ഈ ഒരു പ്രിന്റ്? പിന്നെ ബ്ലാക്കില് സാധാരണ അങ്ങനെ കുറവാണല്ലോ. പിന്നെ ഈ ലെങ്ത് കൂടിയതും ലെങ്ത് കുറവ് ടൈപ്പ് ഉള്ളതും നൈറ്റീസ് ഉണ്ട്. കുറവ് ഈ ചെറിയ ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കൊക്കെ
അതിപ്പോ നമുക്കിപ്പോ പുതിയ മോഡൽ ഇങ്ങനത്തെ ഇറങ്ങിയിരിക്കുന്നത്. മറ്റേ ഫ്രോക്ക് ടൈപ്പ് ഞാൻ ഇട്ടിരിക്കുന്ന മോഡൽ ഞാൻ ഇട്ടിരിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത് ഹൈറ്റ് കുറഞ്ഞത് വെച്ചാൽ വേറെ ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്ക് അങ്ങനെ ആയിട്ടില്ല. ഇത് ഫ്രോക്ക് മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള നൈറ്റീസ് കേട്ടോ. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. പഫ് മോഡൽ ഉണ്ട്, ഇപ്പൊ നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്ക് ഇല്ല. അത് നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ അത് സ്റ്റിച്ചിങ്. ഇത് പഫ് മോഡലും ഉണ്ട്, സാധാ മോഡലും ഉണ്ട്. ഇപ്പൊ സാധാ സ്ലീവ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ലീവും അതുപോലെ തന്നെ പഫ് സ്ലീവ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് വെറൈറ്റീസ്. ഇത് അതെ പ്രിന്റുകൾ ഇങ്ങനെ മാറും അല്ലേ? ഇതിലൊക്കെ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി. ഇത് ഫുൾ നൈറ്റീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ. ഈ കണ്ടത് മൊത്തം ഫ്രോക്ക് നൈറ്റികളുടെ കളക്ഷൻസ്. ഈ കെട്ട് മൊത്തം ഇങ്ങനെ എടുക്കണം നിർബന്ധമാണ്. അപ്പൊ നൈറ്റീസിന്റെ ഒരു സ്റ്റോക്ക് ഫുള്ള് കാണിച്ചു തരാം. ഈ കാണുന്നത് മൊത്തം നൈറ്റീസിന്റെ സ്റ്റോക്കുകളാണ് കേട്ടോ. ഇനി മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഇവർക്ക് ലെഗിൻസ് ആണ്. നൈറ്റീസിന്റെ ഇഷ്ടം പോലെ പ്രിന്റ്സ് പല ഫ്രീ സൈസസ് വരുന്നത്. എല്ലാതും ഫ്രീ സൈസ്, പല കട്ടില്, പല മോഡൽസ്, പല ഡിസൈൻസിലാണ് വരുന്നത്. ഇനി ലെഗിൻസ് നമുക്ക് കുറച്ചുകൂടി കാണിച്ചു കൊടുത്താലോ? പിന്നെന്താ, ഇനി വേറെ എന്തൊക്കെ ലെഗിൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇത് അവിടെ തന്നെ വെച്ചോ. ഇനി ഏത് സൈഡിൽ ഇരിക്കുന്ന ലെഗിൻസ്? ഇത് ആരും ഇപ്പൊ തന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോയിട്ടുള്ളതാ. പാക്കിംഗ് ഇതാണ് വൺ സൈഡ് പോക്കറ്റ് ഉള്ളത്. വൺ സൈഡ് പോക്കറ്റ് ഈ സെക്ഷൻ വരുന്നത് വൺ സൈഡ്. ലെഗിൻസിന്റെ തന്നെ കുർത്തി പാന്റ് എന്ന് പറയും. ഓക്കെ, ഒരു സൈഡ് എലാസ്റ്റിക്കും ഒരു സൈഡ്. ഇത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ വേണ്ട, നമുക്ക് ഫ്രഷ് പീസ് എടുക്കാം. അതെ, ഇത് എടുക്കാം. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ സാധാരണ ഡിസ്പ്ലേ കാണിക്കണതല്ലേ, ബ്ലാക്ക് തന്നെ ആയിക്കോട്ടെ. കണ്ടു കഴിഞ്ഞാൽ ലുക്കില് ആംഗിൾ കട്ട് പോലെ ഉണ്ടാവും, പക്ഷെ ഇത് ലൂസ് പാന്റ് പോലെ ഇരിക്കും, കുറച്ച് ലൂസായിട്ടിരിക്കും. ഓക്കെ, കുർത്തി പാന്റ് ആണ് ആക്ച്വലി ഇത് വരുന്നത്. ഇതും GM ബ്രാൻഡിന്റെ തന്നെയാണ് വരുന്നത്. അപ്പൊ GM ബ്രാൻഡിന്റെ ആക്ച്വലി റെഗുലർ സൈസ് ഉണ്ട്, അതുപോലെ ആങ്കിൾ ലെങ്ത് ഉണ്ട്, കുർത്തി പാന്റും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പാക്കിങ്ങും സാധാരണ നമുക്ക് ആംഗിൾ കട്ട് പോലെ തന്നെ പാക്കിംഗ് ആ വരുന്നത് കേട്ടോ. വൺ സൈഡ് പോക്കറ്റ്, മറ്റേ പോക്കറ്റ് ഇല്ല അല്ലെ? അതിന് പോക്കറ്റ് ഇല്ല, ആംഗിൾ കട്ടിന് പോക്കറ്റ് ഇല്ല. പിന്നെ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ഷേപ്പും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മേടിക്കുമ്പോൾ. കാരണം ഈ ഒരു ഷേപ്പ് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി കറക്റ്റ് പെർഫെക്റ്റ്ലി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പാൻസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും എന്ന് വെച്ചാൽ സാധാരണ സിംഗിൾ പീസ് എന്ന് വെച്ചാൽ റീറ്റെയിൽ കടയിൽ നിന്ന് മേടിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ അവർക്കുള്ള ഒരു ടിപ്പാണ്. മേടിക്കുമ്പോൾ നമ്മൾ കുർത്തിയുടെ സൈസിൻ്റെ ഒരു സൈസ് കൂടുതൽ പാൻറ്റിൻ്റെ സൈസ് മേടിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ റീറ്റെയിൽ കച്ചവടക്കാരാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ അവർക്ക് ഡെഫിനറ്റ്ലി ഇത് കൗണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ ഡെഡ് സ്റ്റോക്ക് ആവാണ്ട് പെട്ടെന്ന് സെയിലായി പോകും. അതുപോലെ റിപ്പീറ്റ് ഓർഡർ വന്നുകൊണ്ടിരിക്കും. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബോട്ടം ലൂസ് ആണ്. അടിയില്ലേ ടൈറ്റ് ആയിട്ട് കിടക്കില്ല. ഇല്ല, ആംഗിൾ കട്ട് പോലെ ടൈറ്റ് ആവില്ല. ഇത് ലൂസാണ്. വൺ സൈഡ് പോക്കറ്റും. അപ്പൊ ലെങ്ത് നോക്കുമ്പോ ഒരു ആങ്കിൾ ലെങ്തികൾ കുറച്ചുകൂടി മുകളിലേക്ക് കയറി കിടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്നത് മൊത്തം കളേഴ്സുകളാണ്. കളേഴ്സ് പിന്നെ ചാർട്ട് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി അല്ലേ? ഇത് മടക്കി വെക്കണ്ടേ? ഇനി ഇവിടെ ഇട്ടോ, മടക്കി വെക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലൈനിങ്ങിന്റെ സെക്ഷനും കൂടി കാണിക്കാനുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് ലെഗിൻസ് ആണ് GM ബ്രാൻഡിന്റെ. ഇത് കൂടാണ്ട് ഇവിടെ കുറച്ച് നൈറ്റീസും അതുപോലെ തന്നെ കുറച്ച് കോട്ടൺ പാൻസ് ഐറ്റംസ്, പിന്നെ ലൈനിങ്ങിന്റെ ജസ്റ്റ് ഒരു വെറുതെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ആ സെക്ഷനിലേക്ക് പോകാം. ലൈനിങ്ങിന്റെ ഒരു സെപ്പറേറ്റ് ഒരു ലോകം തന്നെയല്ലേ ഇവിടെ ഉള്ളത്. ഇവിടെ എന്തൊക്കെ ലൈനിങ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്? കോട്ടൺ ലൈനിങ്ങും ഫാബ്രിക് ലൈൻസും എല്ലാം ഉണ്ട്. ക്രേപ്പ്, കോട്ടൺ, ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് എങ്ങനെയാ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ എന്തൊക്കെയാ ഇരിക്കുന്നത്? എല്ലാം ക്രേപ്പ് ലൈനിങ് ആണ്. 300-ൽ പരം കളറുകളുണ്ട്. 300-ൽ പരം കളേഴ്സ്. ഓക്കെ, ഇത് ഫുൾ ലൈനിങ്. ഇത് കാണുന്നത് ഒക്കെ പ്ലെയിനില് വരുന്നത്. എല്ലാം പ്ലെയിൻ ആണ്. ലൈനിങ് മാത്രമല്ല, മെയിൻ ഫാബ്രിക് ഒന്നുമില്ല. ഫാബ്രിക് ഐറ്റംസ് ഉണ്ട്. മൊത്തം ക്രേപ്പ്. ഈ കാണുന്നത് മൊത്തം ക്രേപ്പാണ്. 300-ൽ പരം ഉണ്ട്. എറണാകുളത്തെ ഏറ്റവും വലിയ സമുച്ചയം. 300-ലധികം കളേഴ്സ് വരുന്ന ലൈനിങ് മെറ്റീരിയൽസ് കേട്ടോ ക്രേപ്പില്. ഇത് എത്ര കളേഴ്സ് വേണമെങ്കിലും ഉണ്ട്. ഫുൾ ക്രേപ്പ്. അതുപോലെ കോട്ടൺ ഏത് ഭാഗത്തായിരിക്കുന്നത്? കോട്ടൺ അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോണം അല്ലേ? ഇങ്ങനെ തിരിഞ്ഞു കാണുന്നിടത്തൊക്കെ ഇങ്ങനെ പാമ്പ് പൊണി കളിക്കുന്ന പോലെ ഇങ്ങനെ തിരിയാ അങ്ങനെ തിരിയാ. എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് മാത്രമായിട്ട് വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ ആണ്. വൈറ്റ് അങ്ങനെ. പിന്നെ കോട്ടൺ ഏത് ഭാഗത്തായിരിക്കുന്നത്? ഈ സൈഡ് മൊത്തം കോട്ടൺ. അതൊക്കെ കെട്ടെടുക്കുമ്പോ എത്ര കെട്ടെടുക്കണം? അങ്ങനെ ഒരു കെട്ട് കടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കടക്കാർക്ക്. അപ്പൊ ഈ കെട്ട് കാണുന്നതാണെങ്കിൽ ഈ കെട്ട് മൊത്തം എടുക്കണം. ഇത് എത്ര മീറ്റർ ഉണ്ടാവും? 100 മീറ്റർ ഉണ്ട്. 100 മീറ്റർ ഉണ്ട് ഒരു കെട്ട്. ഓക്കെ, അതുപോലെ മറ്റേ ക്രേപ്പിന്റെ ആവുമ്പോ 50 മീറ്റർ. ഇത് 100. ഓക്കെ, മറ്റേത് കോട്ടൺ ആയതുകൊണ്ട്. അത് കൂടാണ്ട്
അതുകൂടാണ്ട് ഫാബ്രിക്സ് ഐറ്റം, നൈറ്റിയുടെ തുണി, നൈറ്റി ബിറ്റുകൾ, ബിറ്റ്സ്, നൈറ്റി ബിറ്റുകളും അവൈലബിൾ ആണ് കേട്ടോ. നൈറ്റി ബിറ്റായാലും ഇതുപോലെ തന്നെ കെട്ടെടുക്കണം അല്ലേ? എന്നുവെച്ചാൽ ഹോൾസെയിൽ ആണ്. അപ്പൊ അത് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. നൈറ്റി ബിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രിന്റ്സും കളേഴ്സും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ കെട്ടായിട്ട് തന്നെ എടുക്കണം. നൈറ്റി ബിറ്റ്സ് ആണ് ഇത് വരുന്നത്. അതും പക്ക കോട്ടൺ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ കളേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ ഫുൾ ഇങ്ങനെ കണ്ണിക്കാളും നല്ലതേ നമുക്ക്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതെവിടെ ഇരിക്കണേ? എന്റെ പൊന്നെ, ഇരിക്കണത് മൊത്തം ചാട്ടാണോ? ഇതൊക്കെ ചാട്ടാ? ഇത് ഓക്കെ. ഈ മേശം ഇരിക്കണത് മൊത്തം കളർ ചാട്ടാ അല്ലേ? ഇതില് ഇത്രയും കളേഴ്സ്. ഇതൊക്കെ ക്രേപ്പിലാ? ഇത് ഫുള്ള് ക്രേപ്പിന്റെ. അപ്പൊ കളേഴ്സ് 300 കളേഴ്സ് ഉണ്ട് അല്ലേ? ഓ, പിന്നെ ഇത് കോട്ടന്റെ നമ്മൾ ആ നേരത്തെ 100 മീറ്റർ പറഞ്ഞത് അതിന്റെ കളേഴ്സ് ആട്ടോ. പേസ്റ്റൽ വരുന്നുണ്ട്, ഡാർക്ക് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇത് ഫുൾ കാണുന്നത് നമുക്ക്. അപ്പൊ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ്. മെയിൻ ആയിട്ട് ലെഗിൻസിനോടാണ് കൂടുതൽ. ലെഗിൻസ് ആണ് അത് പറഞ്ഞത്. ചേട്ടൻ പേര് ഞാൻ ചോദിച്ചില്ല. ഇവിടെ വന്നപ്പോ ഇങ്ങോട്ട് വരുമോ? അപ്പൊ ചേട്ടൻ ഈ സെക്ഷൻ മൊത്തം ചേട്ടനാ നോക്കണത്. ഈ ലൈനിങ്ങിന്റെ സെക്ഷൻ മൊത്തം നോക്കണത് നമ്മുടെ സുരേഷ് ചേട്ടനാണ്. ഇവിടുത്തെ മാനേജർ, ഓൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ. മുകളിലൊക്കെ വരാറില്ലേ? മുകളിലത്തെ ഡ്യൂട്ടി ഉണ്ട്. അവിടുത്തെ ഇവിടുത്തെ അത് ശരി. അപ്പൊ സുരേഷ് ചേട്ടൻ ഇവിടെ ആളില്ലാത്ത കാരണം വന്നത്. രണ്ടിടത്തും ഞങ്ങൾ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ പല ഡിസൈനറുടെ മെയിൻ ആളാണെന്ന് പറയാം സുരേഷ് ചേട്ടൻ അല്ലേ? അപ്പോൾ ഇത്രയും കളേഴ്സിൽ നിങ്ങൾക്ക് വന്നിട്ട് നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഡയറക്റ്റ് വരാൻ പറ്റാത്തവരാണെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടായാലും ഈ കളേഴ്സൊക്കെ കാണിച്ചു കൊടുത്താൽ കിട്ടൂലേ? അപ്പോൾ ഇത് നോക്കിയാൽ ഫുൾ ഇത്രയും കാണുന്നത് മൊത്തം ഒരു സെക്ഷൻ മൊത്തം ലൈനിങ് തുണിയാണ്. ജോർജറ്റിനും വെച്ചിട്ടുണ്ടോ? അപ്പൊ ക്രേപ്പും കോട്ടൺ മാത്രമല്ല, അത് ലൈനിങ് ആണ്. ഇത് തുണി തന്നെ. ഓക്കെ, ഇത് മെയിൻ ഫാബ്രിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. മെയിൻ ഫാബ്രിക് കുറവാണ്, പക്ഷെ കൂടുതൽ ലൈനിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി കളേഴ്സ് ഒക്കെ നിങ്ങൾ വന്നിട്ട് ചൂസ് ചെയ്താൽ മതി. ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് മൊത്തം പ്ലെയിൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ ഇതുമേ ഫോക്കസ് ചെയ്യാത്തത്. കാരണം ഇവരുടെ മെയിൻ എന്ന് പറയുമ്പോൾ ലെഗിൻസ് ആണ്. GM ഹോസറി ബ്രാൻഡിൻ്റെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി മുകളിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം. ലൊക്കേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ്, സ്റ്റോപ്പിൻ്റെ സമയം എത്ര മണിക്കാണെന്നൊക്കെ. അപ്പോൾ ഒന്ന് മുകളിലേക്ക് പോകാം. നമ്മുടെ ഗോപികനെ തന്നെ പിടിക്കാം. ഞാൻ ഈ മൈക്കൊന്നും എടുക്കുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറയാം. എവിടെയാണ് നമ്മളുള്ളത്? ഇതിപ്പോൾ നമ്മൾ TD റോഡില് ഗോപാലപ്രഭു ജംഗ്ഷന്റെ അടുത്തായിട്ട്. അപ്പൊ MG റോഡ് വഴിക്ക് വരാണെങ്കിൽ, MG റോഡിന്റെ തൊട്ടിപ്പുറത്തെ റോഡാണ് ശരിക്കും TD റോഡ് എന്ന് പറയുന്നത്. MG റോഡ് വഴിക്ക് വരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് വരാനായിട്ട്. അല്ലെങ്കിൽ അപ്പൊ നമുക്ക് ട്രെയിൻ വഴിക്ക് വരാണെങ്കിൽ നോർത്തിലോ സൗത്തിലോ ഇറങ്ങിയാലും നമുക്ക് TD റോഡിൽ ഇവിടെ എത്താൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ബസ് വഴിക്ക് വരാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടോ? പത്മയുടെ സ്റ്റോപ്പ് ഉണ്ട്. പത്മ സ്റ്റോപ്പിന്റെ അവിടെ ഇറങ്ങിയാൽ മതിട്ടാ. നമുക്ക് അല്ലെങ്കിൽ മേനക ഇത് മേനക കുറച്ച് ദൂരാണ്. അവിടുന്ന് പിന്നെ നടക്കണം. അതിനും നല്ലത് പത്മയും പിന്നെ ഷെനൈസ്. ഇത് രണ്ടാണ് കുറച്ചുകൂടി അടുത്തായിട്ട് വരുന്നത്. അവിടുന്ന് ആ വഴിക്ക് വരാണെങ്കിൽ നമുക്ക് ഗോപാലപ്രഭു റോഡ് അല്ലെങ്കിൽ TD റോഡിലേക്കാണ് എത്തേണ്ടത്. അവിടെ റോഡില് ഗോപാലപ്രഭു ജംഗ്ഷനിൽ എത്തിയാൽ മതി. നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളെവിടെയാ സ്ഥലം എന്താന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളാളെ നിങ്ങൾ എവിടെയാ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ വിട്ട് തരുന്നതായിരിക്കും. അപ്പൊ പല ഡിസൈനേഴ്സ് എന്ന് പറയുന്നത് ഷോപ്പിന്റെ പേരാണ്. പക്ഷെ കേരളത്തിൽ ആകെ ഒരു ഡീലർ മാത്രമേ ഉള്ളൂ. GMന്റെ ഇവർ മാത്രമേ ഉള്ളൂ പല ഡിസൈനേഴ്സ്. അപ്പൊ കേരളത്തിൽ എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടണമെങ്കിൽ ഇവിടേക്ക് തന്നെ വരേണ്ടി വരും. ഇവിടെ നിന്നാണ് ബാക്കിയുള്ള ഷോപ്പുകാരൊക്കെ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ വിൽക്കണത്. അപ്പൊ സിംഗിൾ പീസ് ഇല്ല. ഇത് ഹോൾസെയിലേഴ്സ് ആണ്, ഡീലേഴ്സ് ആണ്. വീണ്ടും എടുത്ത് പറയാം, കേരളത്തിൽ ആകെ ഒരാൾ. 12 ഡീലേഴ്സ് എന്ന് പറയുമ്പോൾ അത് 11 ഡീലേഴ്സ് ഒക്കെ കേരളത്തിന്റെ പുറത്തുള്ളവരാണ്. അപ്പോൾ കേരളത്തിൽ ഇവിടെ മാത്രം. അത് അടിപൊളിയാണ്. താങ്ക് യു. അപ്പൊ മെയിൻ ആയിട്ട് ഇവർക്ക് GM ഹോസറി, ലെഗിൻസ്, ആങ്കിൾ ലെങ്ത്, റെഗുലർ ഫിറ്റ്, അങ്ങനെ സംഭവങ്ങൾ. എന്തായാലും കാലുമേ ഇടാനുള്ള സംഭവങ്ങളാണ് മൊത്തം ഇവിടെ ഉള്ളത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.